എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കേസിൽ പ്രതി ആ സ്ഥാനത്ത് വരുന്നത്? ഞാൻ പറയാം പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന് CMRL കമ്പനി കോടാനുകോടി രൂപ കൊടുക്കാനുള്ള മറ്റൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഒരേ ഒരു സാഹചര്യമുള്ളൂ, ഒരേ ഒരു സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ പണം കൈപ്പറ്റിയ ആളുടെ പിതാവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ആളും ആ കമ്പനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞ വകുപ്പ് കയ്യിൽ വെച്ചിട്ടുള്ള ആളുമാണ്. സ്വാഭാവികമായിട്ടും ഈ പണം എന്തിനു വേണ്ടി കൊടുത്തു എന്ന് അന്വേഷിച്ചാൽ ചുമ്മാ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ആളുകൾക്കാർക്കും CMRL പൈസ കൊടുക്കുന്നില്ലല്ലോ. ഈ രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. ആർക്കെങ്കിലും കോടിക്കണക്കിന് രൂപ കൊണ്ടേ കൊടുക്കണ്ടോ? അപ്പൊ അങ്ങനെ വീണയ്ക്ക് കൊടുത്ത പൈസയ്ക്ക് ബാങ്ക് ത്രൂ ആയതുകൊണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ ആണ്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ആരോപണം മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇത് ബാങ്ക് മുഖാന്തരം വാങ്ങിയ പൈസ. ഇവർക്ക് എന്തിന് പൈസ കൊടുക്കണം? കോടിക്കണക്കിന് രൂപ. ഒരൊറ്റ സാഹചര്യമുള്ളൂ. അതായത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ പിതാവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയുമാണ്. ഈ കമ്പനിയുടെ നിരവധി കാര്യങ്ങൾ ചെയ്തു കിട്ടേണ്ടതും അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനുവേണ്ടി അങ്ങനെ പിണറായി വിജയൻ ഇതിലേക്ക് വരും, കണക്റ്റഡ് ആവും. അതുകൊണ്ട് ഈ അന്വേഷണത്തിന്റെ പിറവിയിൽ പിണറായി വിജയൻ വരും. അത് കൂടാതെ പിണറായി വിജയന് കോടാനുകോടി കൊടുത്തതായിട്ട് ആ രേഖയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. രണ്ടുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയൻ ഇതിന്റെ ഇൻവോൾവ് ആവില്ലേ? അതുകൊണ്ട് ഇത് വീണ തൈക്കണ്ടിയിലെതിരെ മാത്രമുള്ള അന്വേഷണമായി നിങ്ങൾ കാണണ്ട. അങ്ങനെ എന്തോരം വീണമാര് ഇവിടെയുണ്ട്. ഈ വീണമാർക്ക് ആർക്കും പൈസ കിട്ടിയിട്ടുണ്ടോ? പൈസ കിട്ടിയത് ഒരേ ഒരു വീണയ്ക്കാണ്, പിണറായി വിജയന്റെ മകളായ വീണ വിജയന് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരേ ഒരു കാരണമാണ്. അവരുടെ പിതാവ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവരാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്. അതിനുവേണ്ടിയാ പൈസ കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ വീടും റെയ്ഡ് ചെയ്യേണ്ടി വരില്ലേ? പിണറായി വിജയനെ അന്വേഷിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണ് ED കേസില്. സഖാക്കൾക്ക് എത്രയൊക്കെ ബോധ്യമായാലും ഇല്ലെങ്കിലും ഇതാണ് ഈ കേസിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. വളരെ കൃത്യമായി എന്തുകൊണ്ട് സഖാക്കള് പലതവണ ഈ കേസ് ഇപ്പൊ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അന്നൊക്കെ ചർച്ചകളില് ഈ അന്തംകമ്മി കൃമികീടങ്ങള്, ആ കൃമികീടങ്ങൾ ഇറക്കിയ ക്യാപ്സ്യൂളുകൾ എന്താണ് MS ഓഫീസ് സർവീസ് ചെയ്തതിനാണ് CMRL 1,73,00,000 രൂപ മാസപ്പടിയായിട്ട് തൈക്കണ്ടി വീണയുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, അവർ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അന്ന് ജനം തിരിച്ചു ചോദിച്ചു, MS ഓഫീസ് സർവീസ് ചെയ്തതിന് ഈ പറയുന്ന ഇത്രയും കാശോ എന്ന്. കാരണം ഒരു MS ഓഫീസ് വാങ്ങാൻ ഇത്ര കാശില്ല, വെറും 10,000 മതി. ഒരു MS ഓഫീസ് അതിൻ്റെ നിർമ്മാതാക്കളായ മൈക്രോസോഫ്റ്റിൽ നിന്നും ഈ പറയുന്ന MS ഓഫീസ് എന്ന് പറയുന്ന ബണ്ടിൽ പാക്കേജ് വാങ്ങാൻ ആകെ 1000 മതി. അവിടെയാണ് കോടിക്കണക്കിന് രൂപ തൈക്കണ്ടി വീണയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. റീസൺ പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചെത്തുകാരൻ കോരയുടെ മകൻ പിണറായി വിജയന്റെ മകൾക്ക് 242 അക്കൗണ്ടുകളാണ്. വളരെ കൃത്യമാണല്ലോ പിണറായി വിജയന് നൽകേണ്ട പണം. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയന് നേരിട്ട് നൽകുന്നതിൽ ഒരു എന്തോ അപാകത തോന്നിയ ആളുകൾ അത് മകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് മാത്രമാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് പിണറായി വിജയൻ എന്നുള്ളത് വിട്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ഒരു കമ്പനി നൽകുന്നു. ആ കമ്പനിയോ ഈ അധികാര കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ചുറ്റുവട്ടത്തിൽ വരുന്ന കമ്പനി, അതിൻ്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽപ്പെടുന്ന ഒരു കമ്പനി. ആ കമ്പനിക്ക് അങ്ങനെ പണം നൽകിയത് കൊണ്ട് പല ആനുകൂല്യങ്ങളും പല വിട്ടുവീഴ്ചകളും പല കോംപ്രമൈസുകളും ലഭിക്കും എന്നുള്ളിടത്ത് ആ വ്യക്തിക്ക് പണം നൽകാതെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു. കൃത്യമല്ലേ കാര്യങ്ങൾ? ഇതല്ലേ നടന്നിരിക്കുന്നത്? ഇവിടെ വേട്ടയാടലാണോ? ഇവിടെ യഥാർത്ഥത്തിൽ കൃത്യമായ അന്വേഷണമല്ലേ നടക്കുന്നത്? ഈ പണം നൽകി എന്നുള്ളതിന് എസ്റ്റാബ്ലിഷ്ഡ് എവിഡൻസ് ആണല്ലോ, ട്രാൻസാക്ഷൻ ആണല്ലോ നടന്നിരിക്കുന്നത്. കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടല്ലോ.
ഈ ട്രാൻസാക്ഷൻ നടന്നതിന് തെളിവുണ്ടല്ലോ. പണം വാങ്ങിയിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്ന് 1,73,00,000 രൂപ വന്നിട്ടില്ല എന്ന് ഏതെങ്കിലും സഖാവിന് വാദമുണ്ടോ? ഉണ്ടോ? അപ്പൊ വന്നിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ട്രാൻസാക്ഷൻ കിടപ്പുണ്ടോ? കിടപ്പുണ്ട്. 1,73,00,000 രൂപ മാസപ്പടിയായിട്ട് വന്നിട്ടുണ്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ട്രാൻസാക്ഷൻ സർവീസ് എന്താ? ഒരു സർവീസും ഇല്ല, ഒന്നും തന്നെ ഇല്ല, ഒരു സർവീസും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോ CMRL മാത്യു കുഴൽനാടൻ ചോദിച്ചതുപോലെ CMRL ഈ പറയുന്ന ആളുകളുടെ സ്ത്രീകൾക്ക്, കേരളത്തിൽ രാജ്യത്തുള്ള ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ പണം വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. വീണക്ക് കൊടുത്തതിന് കാരണം എന്താ? വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നത്, ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ബേസ് ആണെങ്കിൽ ഈ പറയുന്ന വീണക്കാണ് പണം കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ പണം കിട്ടിയിരിക്കുന്നത് വീണക്കാണോ? അല്ല. ഈ പണം കിട്ടിയിരിക്കുന്നത് പിണറായി വിജയനാണ്. ഇത് പിണറായി വിജയനുള്ള പണമാണ്. പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നപ്പോ, മുഖ്യമന്ത്രി ആയിരുന്നപ്പോ വന്ന പണമാണ്. അതൊരിക്കലും പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പറ്റൂല. കാരണം CMRL എന്ന് പറയുന്ന കമ്പനിയും സർക്കാരും തമ്മിൽ പല ഇടപാടുകളും ഉള്ളതാ. അങ്ങനെയുള്ള ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മകളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരില്ല. കാരണം മകള് രാഷ്ട്രീയത്തിലില്ല, പാർട്ടിയിലില്ല, പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ പോലുമില്ല, പ്രാഥമിക അംഗത്വത്തിൽ പോലും മകളില്ല, മകനുമില്ല, ആരുമില്ല. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടില്ല, ഇതൊന്നും എവിടേക്കും പുറത്തേക്ക് വരില്ല എന്ന് കരുതിയിട്ടാണ് വളരെ കൃത്യമായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മുൻകരുതലായിരുന്നു, ഇതൊരു പ്രിക്കോഷൻ ആയിരുന്നു, പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ ആയിരുന്നു ഈ പിണറായി വിജയൻ നടത്തിയത്. അതുകൊണ്ടാണ് അത് മകളുടെ അക്കൗണ്ടിലേക്ക് വന്നത്. മകളുടെ അക്കൗണ്ടിലേക്ക് വന്നതുകൊണ്ട് സാങ്കേതികമായിട്ടും കേസ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് മകളാണ്. പക്ഷേ ഇത് മകൾക്കാണോ ഈ പണം കിട്ടിയിരിക്കുന്നത്? അല്ല. ഈ പണം ലഭിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പിണറായി വിജയനാണ്. അപ്പൊ പിന്നെ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യണ്ടേ? സ്വാഭാവികമായിട്ടും മകള് അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും വീടുകളിൽ മാറി മാറി താമസിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിനൊപ്പവും അച്ഛനൊപ്പവും മകള് മാറി മാറി താമസിക്കുന്നുണ്ടെങ്കിൽ, ഈ രണ്ടിടങ്ങളിലാണ് മകൾ ജീവിതകാലം ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് വീടുകളും അന്വേഷണ പരിധിക്ക് കീഴിൽ വരും. സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടും, റെയ്ഡ് നടത്തപ്പെടും. ഇതല്ലേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനൊക്കെ പിന്നിൽ കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണെന്നാണ് പറയുന്നത്. ഒക്കെ ചങ്ങായിമാരാണ്. നരേന്ദ്രമോദി വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ എന്തൊക്കെ ചെയ്താലും ഈ റെയ്ഡ് അവസാനിപ്പിച്ചിട്ട് പോകുമ്പോൾ ഒരു കോള് വന്നിരുന്നു. ആ കോളില് നരേന്ദ്രമോദി പറഞ്ഞത്, ഞാൻ എന്തൊക്കെ ചെയ്താലും നീ രാഹുലിന്റെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ, എൻ്റെ പേരോ എൻ്റെ പാർട്ടിയുടെ പേരോ പറയരുത്. കൃത്യമായിട്ട് നല്ല ഒന്നാം തരം അനുസരണയുള്ള നായയായിട്ട് മാധ്യമങ്ങൾക്ക് വന്നിട്ട് മുമ്പിൽ വന്നിട്ട് പിണറായി വിജയൻ കുരച്ചില്ലേ? എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി എന്ന വാക്ക് പറഞ്ഞോ? BJP എന്ന് പറഞ്ഞോ? കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞോ? അധികാരമില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. പിണറായി വിജയൻ, ഇതാണോ പിണറായി വിജയന്റെ രാഷ്ട്രീയം? ഇതാണോ പിണറായി വിജയന്റെ രാഷ്ട്രീയം? പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. രാഹുലിനെ പറഞ്ഞാൽ ഈ നിമിഷം എന്ന് പറഞ്ഞാൽ സക്കറാത്തിൽ മൗത്തിൽ നിൽക്കുന്ന നിമിഷം, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്ന് പറഞ്ഞാല് മരണം ആസന്നമായി നിൽക്കുന്ന നിമിഷം അല്ലേ? ആ തൊണ്ടക്കുഴിയിൽ ഒരു പിടുത്തം പിടിക്കാനുള്ള ആ സമയമുണ്ടല്ലോ, ആ അവസാന സെക്കൻഡ് മരിക്കുമെന്ന് മരിക്കുന്ന വ്യക്തിക്ക് ഉറപ്പാകുന്ന നിമിഷമുണ്ട്. ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് മരിക്കുന്ന വ്യക്തിക്ക് അറിയും, മരിക്കുന്നതിന് മുമ്പേ അറിയും. അപ്പോ ആ മരിക്കുന്നതിൻ്റെ അവസാന സെക്കൻഡില് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രാഹുലിനെ 4 തെറി വിളിച്ചാൽ, കോൺഗ്രസിനെ 4 തെറി വിളിച്ചാൽ, UDFനെ 4 തെറി വിളിച്ചാൽ, VD സതീശൻ അസഭ്യം പറഞ്ഞാൽ, ആ ഒരു കൺസിഡറേഷൻ സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന RSSന്റെ ഏജന്റ് ഒരു വാക്ക്, കമ എന്നൊരക്ഷരം പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെയോ BJPക്കെതിരെയോ ഉരിയാടാൻ തയ്യാറാവാതിരുന്നത്. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് അതൊരു മെസ്സേജ് ആയിരുന്നു. വിജയന്റെ അടിമകൾക്ക്, തീട്ടം തിന്നുന്ന അടിമകൾക്കുള്ള മെസ്സേജ്.
ഇതേക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയേണ്ടത്? എന്താണ് ഇതിൻ്റെ ലൈൻ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആക്രമിക്കുക? പൊതുമുതൽ എങ്ങനെ നശിപ്പിക്കണം? എന്ത് പേര് പറഞ്ഞ് പൊതുമുതൽ നശിപ്പിക്കണം? എന്ത് പേര് പറഞ്ഞ് ടാക്സിക്കാർ അടിച്ചു പൊട്ടിക്കണം? എന്ത് പേര് പറഞ്ഞ് ടാക്സി ഡ്രൈവർ ആക്രമിക്കണം എന്നതിനുള്ള ഒരു മെസ്സേജാണ് പിണറായി വിജയൻ നൽകിയത്. നിങ്ങൾ കോൺഗ്രസ്സുകാരെ തെറി വിളിക്കണം, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കണം, നിങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ തെറി വിളിക്കണം, നിങ്ങൾ UDF ഗവൺമെന്റിനെ തെറി വിളിക്കണം. വിളിച്ചോട്ടെ. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതല്ലേ ലൈന്? ED എന്താ വി ഡി സതീശന്റെ കക്ഷത്തിലാണോ? അല്ലെങ്കിൽ ED എന്താ രാഹുൽ ഗാന്ധിയുടെ കക്ഷത്തിലാണോ? അല്ലല്ലോ. അപ്പൊ എന്താണ് ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? കൃത്യമായിട്ട് ഈ പറയുന്ന നരേന്ദ്രമോദിയെ ഇനിയും സുഖിപ്പിക്കണം. കാരണം രക്ഷപ്പെടാൻ അത് മാത്രമേ വഴിയുള്ളൂ. മോഡി വിചാരിച്ചാൽ രക്ഷപ്പെടും. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടിട്ട് നരേന്ദ്രമോദി ചോദിച്ചത് എന്താ? ഇന്ന് ആ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയപ്പോ ആ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി, ബംഗാളിന്റെ മുഖ്യമന്ത്രി. എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കണമെങ്കിൽ, രക്ഷ വേണമെങ്കിൽ BJPക്കൊപ്പം ചേരണം. അല്ലേ? പിണറായി വിജയന് ഈ അവസാന കാലത്ത് ഊമ്പാനാണ് വിധി. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ കൃത്യമല്ലേ? ഒരു ബന്ധവുമില്ലാത്ത CMRL വീണ തൈക്കണ്ടി എന്ന് പറയുന്ന പിണറായി വിജയൻ, കോരയുടെ മകൻ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്ക് കോടിക്കണക്കിന് രൂപ വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ട്രാൻസാക്ഷൻ. വളരെ കൃത്യമല്ലേ? ഒരു ബന്ധവുമില്ല. എന്താ ഈ CMRL എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ രാജ്യത്തെ ജനങ്ങൾക്ക്, എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് കോടികൾ ഇങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണോ? അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ലാർവിഷായിട്ട് ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട്? അല്ലല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ മക്കളെ നന്നായിട്ട് വളർത്തൂ, നിങ്ങൾക്ക് നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് CMRL എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയാണോ? അല്ലല്ലോ. വീണ തൈക്കണ്ടിക്ക് എന്തിന് പണം നൽകി CMRL? വളരെ കൃത്യമല്ലേ? കാരണം പണം നൽകിയത് വീണ തൈക്കണ്ടിക്കല്ല, പണം നൽകിയത് പിണറായി വിജയനാ. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് അയാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് അങ്ങനെ ഒരു പണം നിക്ഷേപിച്ചിരിക്കുന്നത്. കൃത്യമാണല്ലോ കാര്യങ്ങൾ, അല്ലേ? എന്ന് പറഞ്ഞാല് അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയൻ കൊള്ളയടിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും കാലം കരുതിയത് അയ്യന്റെ പൊന്ന് മാത്രമല്ല, കൊള്ളയുടെ പര്യായമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പിണറായി വിജയന്റെ ഭാഷയും പിണറായി വിജയന്റെ പദപ്രയോഗങ്ങളും നോക്കൂ. നരേന്ദ്രമോദി എന്ന് കേൾക്കുമ്പോൾ, BJP എന്ന് കേൾക്കുമ്പോൾ, സംഘ് പരിവാർ എന്ന് കേൾക്കുമ്പോൾ പിണറായി വിജയന്റെ പിടുക്ക പറക്കുന്നുണ്ട്. പിടുക്ക. ഒരു വാക്ക് നരേന്ദ്രമോദിക്കെതിരെ പിണറായി വിജയൻ ഉരിയാടിയോ? പിണറായി വിജയന്റെ സംസാരങ്ങൾ അത്രയും പ്രതിപക്ഷ നേതാവിനെതിരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും കോൺഗ്രസ്സുകാർക്കെതിരെയും. എന്ന് പറഞ്ഞാൽ വിജയൻ അറിയാം, ഈ വന്നുപെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറണമെങ്കിൽ ശരണം BJP മാത്രമാണ്. ഊമ്പിയാൽ രക്ഷപ്പെടാമെന്നുള്ളത്, അതിനുള്ള പരിശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.